വാ. കൊള്ളാലോ അമ്മേ. ഞാൻ ജയിച്ച സന്തോഷത്തിൽ അമ്മ സ്വീറ്റ്സ് വാങ്ങുവാണോ? അമ്മ എന്ന് പറഞ്ഞ ഇങ്ങനെ എന്താ രാഖിയോ? അമ്മയ്ക്കപ്പൊ സമ്മാനം കിട്ടുമല്ലോ. അതെ അതെ, രാഖി കെട്ടിയാൽ എന്തായാലും സമ്മാനം കിട്ടണമല്ലോ. വേഗം പോയി വാങ്ങിച്ചോളൂ. അമ്മയുടെ ചേട്ടനാ വരാൻ പോകുന്നത്. രാഖി കെട്ടുന്നത് അമ്മയാണ്, സമ്മാനം കിട്ടുന്നതും അമ്മയ്ക്ക്. അപ്പൊ സ്വീറ്റ്സ് അമ്മയല്ലേ പോയി വാങ്ങാനുള്ളത്? അമ്മയല്ലേ എപ്പോഴും പറയുന്നത് അവനവന്റെ ജോലി അവനവൻ ചെയ്യണമെന്ന്. പോയി കാലടക്കി സ്വീറ്റ്സ് വാങ്ങിച്ചോളൂ. അമ്മ ഞാനല്ലേ ടീറ്റുവിന്റെ ബിഗ് ബ്രദർ. അവന് പകരം ഞാൻ പോയി സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരാനേ. ബിഗ് ബ്രദറിന്റെ അർത്ഥം അനിയന്റെ എല്ലാ ജോലികളും ചേട്ടൻ ചെയ്തു കൊള്ളാമെന്നല്ല. നീ ഇവനെ വല്ലത് ചീത്തയാക്കിയിരിക്കുന്നു. എന്താ ഞാനതിന് ഏതെങ്കിലും മെഷീൻ അല്ല ചീത്തയായി പോകാൻ അമ്മ വിചാരിക്കുന്നത് കൊണ്ടാ. അതെ അമ്മേ, ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ശരി തെറ്റ് നീ എന്നെ പഠിപ്പിക്കണ ചെയ്തിട്ടുണ്ടമ്മേ. എന്റെ പിസ്സ കഴിച്ചിട്ടുണ്ട്, വീഡിയോ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇവൻ നിന്നെ മണ്ടനാക്കിയിരിക്കുകയാ. അവൻ അവന്റെ ജോലി തന്നെ ചെയ്യാൻ വയ്യ, പിന്നെങ്ങനെ നിന്റെ ജോലി ചെയ്യുന്നത്? ഞാൻ പറയുന്നു ടീറ്റുവിനെ കൊണ്ട് ഒരു ജോലി നടക്കില്ല. മതി, ഒരുപാടായി. ഈ കൈ കാണുന്നുണ്ടോ അമ്മേ? നോക്ക് നോക്ക്. ഈ കൈ ഗെയിം കളിക്കാൻ മാത്രം ഉണ്ടാക്കിയതല്ല. ഇന്ന് ഞാൻ എന്റെയും ഗോലിച്ചേട്ടന്റെയും രണ്ടുപേരുടെയും എല്ലാ ജോലികളും ഈ ബലിഷ്ഠമായ കൈകളും കാലുകളും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്കാ പ്രോമിസ്? എങ്കിലും ഓർത്ത് വെച്ചോ, പ്രോമിസ് തകർക്കാൻ പാടില്ല. പിന്നെ ഗോലു, നീ ഒരു കാര്യത്തിലും സഹായിക്കാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ പ്രോമിസ് തകർക്കാൻ ശ്രമിക്കില്ല. ഇന്ന് ടീറ്റും പോലും ഭായി ബന്ധൻ ആഘോഷിക്കും. അമ്മമാർക്കായി മദർസ് ഡേ ഉണ്ടെങ്കിൽ, അച്ഛന്മാർക്കായി ഫാദേഴ്സ് ഡേ ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് അച്ഛന് ശിവരാത്രി വ്രതം ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സിനായി ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ടെങ്കിൽ, സഹോദരന്മാർക്ക് വേണ്ടി രക്ഷാബന്ധൻ ഉണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് സഹോദരന്മാർക്കായി ഭായി ബന്ധൻ ഉണ്ടായിക്കൂടാ? നിങ്ങളെല്ലാം അമ്മയുടെ സ്നേഹത്തെ കുറിച്ചും അച്ഛന്റെ സ്നേഹത്തെ കുറിച്ചും ഒരുപാട് സംസാരിക്കുന്നു. സഹോദരന്മാരെ വെറും കത്തിരിക്കാക്കി വെച്ചിരിക്കുന്നു. ചേട്ടാ, ചേട്ടൻ ഇന്ന് എനിക്ക് രാഖി കിട്ടിത്തരണം. ഞാൻ ഇന്നത്തെ ദിവസം ഭായി ബന്ധനായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഗോലി ഈ ഭായി ബന്ധന്റെ ഭാരം കുറച്ച് കൂടുതലാണ്. ഒരുമിച്ച് നടന്നാലും ഭായി ബന്ധൻ ആഘോഷിക്കാൻ പറ്റും. ഐഡിയ. ഈസ്റ്റവിന്റെ തന്ത്രങ്ങളുടെ ഖജനാവിൽ നിന്നും ഒരു പുതിയ ഐഡിയ പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ന് മുതൽ ചേട്ടൻ എന്റെ മൂത്ത ചേട്ടനാണ്. അയ്യോ ടീറ്റു, എനിക്ക് നിന്റെ മുത്തച്ഛന്റെ പ്രായമാണല്ലോ. എന്താ പക്ഷേ ചേട്ടനെ കണ്ടാൽ എന്നെക്കാളും കുറച്ച് പ്രായം കൂടുതലല്ലേ തോന്നുള്ളൂ. എന്റെ ഗോളിച്ചേട്ടന്റെ പ്രായം. എന്റെ മനസ്സെന്താണ്? എന്നാ പിന്നെ കുഞ്ഞു പറയും, രാഖി ഗിഫ്റ്റായിട്ട് എന്താ വേണ്ടത്? കണ്ടോ ഗോളിച്ചേട്ടാ, രാഖിയുടെ മാജിക്. ഇത് പിടിക്കുന്നോ? എന്ത് ഭായി ബന്ധനോ? അതെ, വീട്ടിൽ, സൊസൈറ്റിയിൽ, ലോകത്തിൽ ഈ ഗോലിച്ചേട്ടൻ കഴിഞ്ഞാൽ നീ മാത്രമാണ് ചുഗിലി എന്റെ ചേട്ടൻ. നിന്നെ കാണുമ്പോ തന്നെ ചേട്ടനെ പോലുള്ള ഒരു ഫീല് തോന്നും. എന്റെ ഹൃദയം പറയും ഇതാണ് എന്റെ ശരിക്കുള്ള ചേട്ടൻ എന്ന്. അങ്ങനെയാണോ? പിന്നെന്താ നീ ഇതുവരെ പറയാതിരുന്നേ? കാരണം ചേട്ടൻ ചേട്ടനാണെങ്കിലും ചേര നമുക്കിടയിൽ അവിടെ ഒരു വിടവായി നിൽക്കുകയാണല്ലോ. അവൻ നമ്മളെ കൂട്ടുകൂടാൻ സമ്മതിക്കില്ലല്ലോ. പറഞ്ഞോളൂ കുഞ്ഞിയൻ ടീറ്റു, നിനക്ക് നീ കൊള്ളയടിച്ചതൊന്നും അല്ലല്ലോ അല്ലേ? അതെ അമ്മേ, കൊള്ളയടിച്ചതാ. പക്ഷെ കടയല്ല, അദ്ദേഹത്തിന്റെ ഹൃദയം. ചേട്ടാ, ഞാൻ ചേട്ടന് വേണ്ടി കളിക്കാം. ഇത് കഴിക്കു ഗോലു. ഞാൻ ചേട്ടന് വേണ്ടി കഴിച്ചോളാം. കഴിക്കു ടീറ്റു, ഇത് നിന്റെ പക്കോടയാണ്. ചേട്ടാ, ഭായ്ബന്ധന്റെ ഒരുമിച്ച് പങ്കിട്ട് കഴിക്കാം. ഞാൻ ചേട്ടന്റെ നീ തന്നെ കഴുകി